വെൽക്കം ടു വേൾഡ് മെലോ. 2024 കേരളവുമായി ബന്ധപ്പെട്ട ഇയർ എൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഇതിൻ്റെ PDF നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. PDF വേണ്ടവർ ഇൻസ്റ്റഗ്രാമിലോ മെയിൽ ID-യിലോ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലെറ്റ് സ്റ്റാർട്ട്. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമല. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമല. ചൂരൽമല ഏത് പഞ്ചായത്തിലാണ്? മേപ്പാടി. ചൂരൽമല ഏത് പഞ്ചായത്തിലാണ്? മേപ്പാടി. വംശനാശത്തിന്റെ വക്കിലുള്ള മാദിഗ ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചാക്കാലിയ. വംശനാശത്തിന്റെ വക്കിലുള്ള മാദിഗ ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചാക്കാലിയ. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷം? 2025. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷം? 2025. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ? കൊല്ലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ? കൊല്ലം. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ. ഗവൺമെന്റ് VHS വെള്ളാർമല. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ ഗവൺമെന്റ് VHSS വെള്ളാർമല. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കുചേർന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കുചേർന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല. കുറഞ്ഞ ചിലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. കുറഞ്ഞ ചിലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. 17ാം ലോക്സഭയിലെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ. 17ാം ലോക്സഭയിലെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള പൂന്താനം സ്മാരക അവാർഡിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. സമഗ്ര സംഭാവനയ്ക്കുള്ള പൂന്താനം സ്മാരക അവാർഡിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. സംസ്ഥാനത്തെ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. സംസ്ഥാന ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. 2022-23 വർഷത്തെ പുരസ്കാരങ്ങൾ. മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം കൊല്ലം. മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം നീലേശ്വരം, 2ാം സ്ഥാനം വൈക്കം പെരുമ്പടമ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം നീലേശ്വരം, 2ാം സ്ഥാനം വൈക്കം പെരുമ്പടമ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വലിയ പറമ്പ് കാസർഗോഡ്, 2ാം സ്ഥാനം മുട്ടാർ ആലപ്പുഴ, 3ാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി കോട്ടയം. മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വലിയ പറമ്പ് കാസർഗോഡ്, 2ാം സ്ഥാനം മൂട്ടാർ ആലപ്പുഴ, 3ാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി കോട്ടയം. മികച്ച മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. മികച്ച മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 പ്രകാരം വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 പ്രകാരം വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏത് പേരിൽ അറിയപ്പെടും? അധിക നികുതി. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യാവസായിക രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയുമായ BPL ഗ്രൂപ്പ് സ്ഥാപകൻ TPG നമ്പ്യാർ. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യാവസായിക രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ഗ്രൂപ്പിന്റെ സ്ഥാപകൻ TPG നമ്പ്യാർ.
ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനം. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര് ഡോൺശ്രീ. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര് ഡോൺശ്രീ. കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെ? പിണറായി, കണ്ണൂർ. കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെ? പിണറായി, കണ്ണൂർ. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം. സംസ്ഥാന ഭിന്നശേഷി കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനം കവച്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനം കവച്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം, കടപ്പൂർ. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം, കടപ്പൂർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ഏക സാഹിത്യ പുരസ്കാരമായ മലയൻകീഴ് മാധവ കവിയുടെ നാമധേയത്തിലുള്ള മാധവ മുദ്ര പുരസ്കാരം 2024 അർഹനായ എഴുത്തുകാരൻ ആർ രാമചന്ദ്രൻ നായർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഏക സാഹിത്യ പുരസ്കാരമായ മലയൻകീഴ് മാധവ കവിയുടെ നാമധേയത്തിലുള്ള മാധവ മുദ്ര പുരസ്കാരം 2024 അർഹനായ എഴുത്തുകാരൻ ആർ രാമചന്ദ്രൻ നായർ. പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ സ്വതന്ത്ര വായന പരിപോഷണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം വിഭാവനം ചെയ്ത പദ്ധതി മലയാളമധുരം. പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ സ്വതന്ത്ര വായന പരിപോഷണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം വിഭാവനം ചെയ്ത പദ്ധതി മലയാളമധുരം. ഫോബ്സ് മാസിക തയ്യാറാക്കിയ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തോട്ട്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തോട്ട്. കേന്ദ്ര ഹൗസിംഗ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ 2023 സ്വച്ഛ് സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിന് അർഹത നേടിയ കേരളത്തിലെ നഗരസഭകൾ ആലപ്പുഴ നഗരസഭ, വർക്കല നഗരസഭ. കേന്ദ്ര ഹൗസിംഗ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ 2023 സ്വച്ഛ് സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിന് അർഹത നേടിയ കേരളത്തിലെ നഗരസഭകൾ ആലപ്പുഴ നഗരസഭ, വർക്കല നഗരസഭ. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാനും നേർവഴിക്ക് നടത്താനും അധ്യാപകരെ കൂടി പങ്കാളികളാക്കി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാനും നേർവഴിക്ക് നടത്താനും അധ്യാപകരെ കൂടി പങ്കാളികളാക്കി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് എന്നാണ്? 2024 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചതെന്നാണ്? 2024 മാർച്ച് 30. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളുടെ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നായർ സർവീസ് സൊസൈറ്റി പുറത്തിറക്കിയത് ഏത് പേരിലാണ്? ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളുടെ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നായർ സർവീസ് സൊസൈറ്റി പുറത്തിറക്കിയത് ഏത് പേരിലാണ്? ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്. ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിന്റെ 2ാം ഘട്ട ക്യാമ്പയിൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര. ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിന്റെ 2ാം ഘട്ട ക്യാമ്പയിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തന്മുദ്ര. സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെ? കൊല്ലം. സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെ? കൊല്ലം. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈഡോക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ
ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈഡോക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാന പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാന പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിൽ നിന്ന് പുരസ്കാരത്തിന് അർഹമായ കൃതി അമൃതപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ PK രാധാമണി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിൽ നിന്ന് പുരസ്കാരത്തിന് അർഹമായ കൃതി അമൃതപ്രീതം അക്ഷരങ്ങളുടെ നിഴൽ പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ PK രാധാമണി. കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2024 വേദി കാസർഗോഡ്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2024 വേദി കാസർഗോഡ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ബ്ലെസ്സി. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ബ്ലെസ്സി. രാജ രവിവർമ്മയുടെ ഏത് ചിത്രമാണ് 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയത്? മോഹിനി. രാജ രവിവർമ്മയുടെ ഏത് ചിത്രമാണ് 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയത്? മോഹിനി. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം നേടിയ മലയാളി KK ഗംഗാധരൻ. മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം നേടിയ മലയാളി KK ഗംഗാധരൻ. പത്മപ്രഭ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ റഫീഖ് അഹമ്മദ്. പത്മപ്രഭ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ റഫീഖ് അഹമ്മദ്. സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായ കേരളത്തിലെ നഗരം തൃശൂർ. സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായ കേരളത്തിലെ നഗരം തൃശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെ? കോഴിക്കോട്. കുടുംബശ്രീയുടെ വാർഷിക സർഗോത്സവമായ അരങ്ങ് 2024 ജേതാക്കളായ ജില്ല കാസർഗോഡ്. കുടുംബശ്രീയുടെ വാർഷിക സർഗോത്സവമായ അരങ്ങ് 2024 ജേതാക്കളായ ജില്ല കാസർഗോഡ്. 2024 ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ തൃശ്ശൂരിൽ നടന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ മുഖവാക്യം എന്താണ്? സാഹിത്യം, സംസ്കാരം, പുരോഗതി. 2024 ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ തൃശ്ശൂരിൽ നടന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ മുഖവാക്യം എന്താണ്? സാഹിത്യം, സംസ്കാരം, പുരോഗതി. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി പ്രതിഭ റായ്. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി പ്രതിഭ റായ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ 2023 എയർപോർട്ട് സർവീസ് ക്വാളിറ്റി രാജ്യാന്തര പുരസ്കാരം നേടിയ വിമാനത്താവളം തിരുവനന്തപുരം എയർപോർട്ട്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ 2023 എയർപോർട്ട് സർവീസ് ക്വാളിറ്റി രാജ്യാന്തര പുരസ്കാരം നേടിയ വിമാനത്താവളം തിരുവനന്തപുരം എയർപോർട്ട്. ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ. ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം.
എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. KSRTC ബസ്സുകൾ നിശ്ചയിച്ച സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ 1000 രൂപ. KSRTC ബസ്സുകൾ നിശ്ചയിച്ച സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ 1000 രൂപ. സ്ത്രീകളിൽ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണം രൂപപ്പെടുത്തിയതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ RL ബീന. സ്ത്രീകളിൽ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണം രൂപപ്പെടുത്തിയതിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ RL ബീന. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. കേരളത്തിൽ അന്യം നിന്നു പോകുമെന്ന് കരുതുന്ന ഗോത്രഭാഷ മാദിഗ. കേരളത്തിൽ അന്യം നിന്നു പോകുമെന്ന് കരുതുന്ന ഗോത്രഭാഷ മാദിഗ. സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ 100% പങ്കാളിത്തം നേടിയ രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ 100% പങ്കാളിത്തം നേടിയ രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. കേരളത്തിലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി AMR സർവൈലൻസ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി AMR സർവൈലൻസ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. വ്യാവസായിക ആവശ്യത്തിനുള്ള ഭൂമിയുടെ ലഭ്യതക്കുറവ് മറികടക്കുന്നതിനും വിദ്യാർത്ഥികളിൽ സംരംഭക താൽപര്യം വളർത്തുന്നതിനുമായി കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. വ്യാവസായിക ആവശ്യത്തിനുള്ള ഭൂമിയുടെ ലഭ്യതക്കുറവ് മറികടക്കുന്നതിനും വിദ്യാർത്ഥികളിൽ സംരംഭക താൽപര്യം വളർത്തുന്നതിനും ആയി കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അഗ്നി 5 മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിക്കാനുള്ള ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ഷീന റാണി. അഗ്നി 5 മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിക്കാനുള്ള ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ഷീന റാണി. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയ്ക്ക് നൽകിയ പേര് ഐറിസ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയ്ക്ക് നൽകിയ പേര് ഐറിസ്. വനകുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ. വനകുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെ? ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം, കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം, കോട്ടയം. അടുത്തിടെ ഹാബ്രോസിറ്റം, സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തിടെ ഹാബ്രോസിറ്റം, സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക്. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. രാജ്യത്തെ AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മറൈൻ ഡ്രൈവ്, കൊച്ചി. G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മറൈൻ ഡ്രൈവ്, കൊച്ചി. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി K-Lift 24. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി K-Lift 24.
മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ M.K. സാനു. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ M.K. സാനു. 2024 80 വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാലസഖി. 2024 80 വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാലസഖി. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധാനം അരുൺ രാജൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധാനം അരുൺ രാജൻ. മലയാള സിനിമയുടെ ഒരു കാലത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയ ചലച്ചിത്ര സംവിധായകൻ ബ്ലെസി. മലയാള സിനിമയുടെ ഒരു കാലത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയ ചലച്ചിത്ര സംവിധായകൻ ബ്ലെസി. മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഒറ്റഞ്ഞാവൽ മരം. മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഒറ്റഞ്ഞാവൽ മരം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാന്ത് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാന്ത് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ജിതേഷ് ജി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട്, കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട്, കോഴിക്കോട്. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കല. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കല. കേരളത്തിലെ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിലെ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിലെ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏത്? ശെന്തുരുണി. രണ്ടാമത് സൈലന്റ് വാലി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ശെന്തുരുണിയാണ്. രണ്ടാമത് സൈലന്റ് വാലി. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഫോക്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിലാദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. ഫോക്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് INTRV 01. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് INTRV 01. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N. മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N. മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്കായിട്ട് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്.
അടുത്തിടെ ആരംഭിച്ച കേരളത്തിന്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേര് കേരള ക്രിക്കറ്റ് ലീഗ്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിന്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേര് കേരള ക്രിക്കറ്റ് ലീഗ്. കേരളത്തിലെ ആദ്യ ഇ-സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി. കേരളത്തിലെ ആദ്യ ഇ-സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ വിജയി കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ വിജയി കാരിച്ചാൽ ചുണ്ടൻ. രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടൂർ. രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടൂർ. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ്. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ്. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം ആടുജീവിതം. ദേശീയ വായു നിലവാരം സൂചിക പ്രകാരം സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തുള്ള ജില്ല തൃശൂർ. ദേശീയ വായു നിലവാര സൂചിക പ്രകാരം സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തുള്ള ജില്ല തൃശൂർ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് കെ ഷാജു. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് കെ ഷാജു. എം ടി വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ. എം ടി വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ. കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രഖ്യാപിച്ച റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നാമതെത്തിയത് കുസാറ്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രഖ്യാപിച്ച റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നാമതെത്തിയത് കുസാറ്റ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. വയനാട് പഞ്ചായത്തിന്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടി ജാത്തിലെ. വയനാട് പഞ്ചായത്തിന്റെയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടി ജാത്തിലെ. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെ? ചേർത്തല. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെ? ചേർത്തല. ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ്? കൊച്ചി. ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? IHRD എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? IHRD എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് എവിടെ? ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മൂവാറ്റുപുഴ. കേരളത്തിലെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് എവിടെ? ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മൂവാറ്റുപുഴ. കേന്ദ്ര കാലാവസ്ഥാ പരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. കേന്ദ്ര കാലാവസ്ഥാ പരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്.
സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ കെയർറീപ്പ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ കെയർറീപ്പ്. കേരളത്തിന്റെ വീടുകളിലെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഹാപ്പിനെസ് സെന്റർ. കേരളത്തിലെ വീടുകളിലെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഹാപ്പിനെസ് സെന്റർ. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം അക്ഷര മ്യൂസിയം കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം അക്ഷര മ്യൂസിയം കോട്ടയം. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച മുൻ PSC അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച മുൻ PSC അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതി കേരള ഹൈക്കോടതി. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതി കേരള ഹൈക്കോടതി. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇ-ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ MVR പാപ്പിനശ്ശേരി വെസ്റ്റ് LP സ്കൂൾ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഇ-ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ MVR പാപ്പിനശ്ശേരി വെസ്റ്റ് LP സ്കൂൾ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി സഖി ഡോർമെട്രികൾ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി സഖി ഡോർമെട്രികൾ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് MV ശ്രേയാസ് കുമാർ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് MV ശ്രേയാസ് കുമാർ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ഏകലവ്യ. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഏകലവ്യ. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി സീപ്ലെയിൻ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി സീപ്ലെയിൻ. 2023 അർജുന അവാർഡിന് അർഹനായ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ. 2023 അർജുന അവാർഡിന് അർഹനായ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായത് കുടുംബശ്രീ. വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായത് കുടുംബശ്രീ. മലയാളത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മലയാളത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ്. യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട്. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ്? നിലമ്പൂർ തേക്ക്. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ്? നിലമ്പൂർ തേക്ക്. പുതിയതായി നിലവിൽ വന്ന കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷനാര്? UP ജോസഫ്. പുതിയതായി നിലവിൽ വന്ന കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷനാര്? UP ജോസഫ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ.
മികച്ച കായിക താരം ട്രീസ ജോളി. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിതം നേടിയ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ്. സാമൂഹിക സേവനം വിജി പെൺകുട്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല അന്നപൂർണി സുബ്രഹ്മണ്യം. വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ. മികച്ച കായിക താരം ട്രീസ ജോളി. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിതം നേടിയ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ്. സാമൂഹിക സേവനം വിജി പെൺകുട്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല അന്നപൂർണി സുബ്രഹ്മണ്യം. 46ാമത് അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് ഉച്ചകോടിയുടെ വേദി കൊച്ചി. 46ാമത് അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് ഉച്ചകോടിയുടെ വേദി കൊച്ചി. വേൾഡ് ബ്ലീഡിംഗ് ഡിസോർഡർ രജിസ്ട്രിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗുണമേന്മയുള്ള വിവരശേഖരണം നടത്തിയതിനും ഏകോപനത്തിനുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചും വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ ഹീമോഫീലിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലാ ആശുപത്രി ആലുവ ജില്ലാ ആശുപത്രി. വേൾഡ് ബ്ലീഡിംഗ് ഡിസോർഡർ രജിസ്ട്രിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗുണമേന്മയുള്ള വിവരശേഖരണം നടത്തിയതിനും ഏകോപനത്തിനുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചും വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ ഹീമോഫീലിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലാ ആശുപത്രി ആലുവ ജില്ലാ ആശുപത്രി. 7 നൂറ്റാണ്ടിലധികം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്ന്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം പാലക്കാട്. 7 നൂറ്റാണ്ടിലധികം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്ന്? ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രം പാലക്കാട്. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര ഘടനാ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? കല്ലേറ്റുങ്കര, ഇരിഞ്ഞാലക്കുട. ഇന്ത്യയിലെ ഗണിതശാസ്ത്ര സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര സംഘടനാ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? കല്ലേറ്റുങ്കര, ഇരിങ്ങാലക്കുട. പി. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് കുറുമാട്ടി രാഗിണി. പി. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേര് കുറുമാട്ടി രാഗിണി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരി 16-ന് 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. 2024 ജനുവരി 16-ന് 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം. ശംഖുമുഖം തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ. ഒലിവ് റിഡ്ലി കടലാമ. ശംഖുമുഖം തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലിവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെ? വിഴിഞ്ഞം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെ? വിഴിഞ്ഞം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. PDF വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.